ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജനാധിപത്യമില്ലെന്നാരോപിച്ച് കോൺഗ്രസ് വിട്ട് PC ചാക്കോ NCPയിലെത്തിയത് 2021 മാർച്ചിലാണ്. 2 മാസം കൊണ്ട് പാർട്ടി അധ്യക്ഷനാകാൻ 5 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പരിചയം ധാരാളമായിരുന്നു. എന്നാൽ ആ രാഷ്ട്രീയ കരുത്ത് പോരാതെ വന്നിരിക്കുന്നു NCPയിലെ ചേരിപ്പോര് തീർക്കാൻ. അധ്യക്ഷൻ പറഞ്ഞാൽ കേൾക്കാത്ത മന്ത്രിയും പാർട്ടി പറഞ്ഞാൽ കേൾക്കാത്ത മുന്നണിയുമായി മാറിയതിനു പിന്നിൽ കഥകളേറെ പരന്നു. പാർട്ടി ഭരിക്കുന്ന വകുപ്പ് തികഞ്ഞ പരാജയമായി. നാട്ടിലിറങ്ങുന്ന വന്യജീവികളാൽ ഓരോ ദിനവും ഓരോരുത്തർ മരിക്കുന്ന അതേ സമയത്താണ് ആ പാർട്ടിയുടെ പ്രസിഡന്റ് ചേരിപ്പോരിന്റെ പേരിൽ പദവി ഒഴിയുന്നത്. ചോദ്യമിതാണ്, ഇറങ്ങിയതോ ഇറക്കിയതോ? ചർച്ചയിൽ നിരീക്ഷകരാണ് സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ A സജീവൻ എന്നിവർ. ആദ്യം ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തൊന്നും. അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണോ, അദ്ദേഹം സമ്മർദ്ദത്താൽ രാജിവെക്കേണ്ടി വന്നതാണോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഏതായാലും സ്വമേധയാ രാജിവെച്ചതല്ല എന്നുള്ളത് ഉറപ്പ്. സമ്മർദ്ദം നേരിട്ടുള്ള സമ്മർദ്ദമാണോ, പ്രത്യക്ഷ സമ്മർദ്ദമാണോ, പരോക്ഷ സമ്മർദ്ദമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വിചാരിക്കുന്ന പ്രത്യക്ഷ സമ്മർദ്ദത്തെക്കാൾ പരോക്ഷ സമ്മർദ്ദമാണ്. അതായത് ഈ ഘടകത്തിന്റെ NCP കേരള ഘടകത്തിന്റെ അധ്യക്ഷനായി മുന്നോട്ട് പോകാൻ PC ചാക്കോയ്ക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ സ്മൃതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് അധ്യക്ഷനെ അനുസരിക്കാത്ത പാർട്ടി, പാർട്ടിയെ ഉൾക്കൊള്ളാതെ പാർട്ടിയുടെ നിർദ്ദേശം സ്വീകരിക്കാത്ത മുന്നണി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അദ്ദേഹം മന്ത്രിയോട് രാജിവെക്കാൻ പലവട്ടം ആവശ്യപ്പെട്ടു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പലവട്ടം ശ്രമിച്ചു. അത് പാർട്ടി അംഗീകരിച്ചു. ശരത് പവാർ എന്ന് പറയുന്ന ദേശീയ അധ്യക്ഷൻ അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടെ, അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ ഈ കേരള മുഖ്യമന്ത്രിയെ കാണുന്നു. ശശീന്ദ്രൻ എന്ന മന്ത്രിയെ മാറ്റിയിട്ട് തോമസ് കെ തോമസിനെ പുതിയ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി വളരെ ശക്തമായി തന്നെ, വളരെ അഡമന്റ് ആയിട്ട് സ്റ്റാൻഡ് എടുത്തു. AK ശശീന്ദ്രനെ മാറ്റിയുള്ള ഒരു കച്ചവടവും ഒരു കളിയും നടക്കില്ല, അദ്ദേഹം തുടരും. മന്ത്രിസ്ഥാനത്ത് ഇന്ന് AK ശശീന്ദ്രനെ മാറ്റിയാൽ NCPക്ക് ഫലത്തിൽ മന്ത്രി ഉണ്ടാവില്ല എന്ന വ്യക്തമായ സൂചനയും കൊടുത്തു. ഒടുവിൽ അറ്റകൈ പ്രയോഗമായിട്ട് നമുക്കറിയാം, സാക്ഷാൽ പ്രകാശ് കാരാട്ടിനെ കൊണ്ട് പോലും ഈ വിഷയത്തിൽ ഇടപെടിപ്പിച്ചു. മുഖ്യമന്ത്രിയോട് സമ്മർദ്ദം ചെലുത്താൻ നോക്കി. PC ചാക്കോ അവിടെയും പരാജയപ്പെട്ടു. ഒടുവിൽ സംഭവിച്ചത് എന്താ? PC ചാക്കോ ആർക്ക് വേണ്ടിയാണോ ഈ കളിയെല്ലാം കളിച്ചത്, ആരെ മന്ത്രിയാക്കാനാണോ ഈ പണിയെല്ലാം പണിതത്, ഈവൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും പോയി അദ്ദേഹം ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അപമാനിതനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും മിണ്ടാനാവാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഇതെല്ലാം ചെയ്ത വ്യക്തി ശ്രീ തോമസ് കെ തോമസ്. ഇപ്പൊ ഏത് ക്യാമ്പിലാ? തോമസ് കെ തോമസ് ഇപ്പോ ശശീന്ദ്രന്റെ കൂടെയാണ്. PC ചാക്കോ ഒറ്റപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ NCP നേരത്തെ പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, നിൽക്കാൻ പറ്റില്ല, ഏകാധിപത്യം നടക്കുന്നു, തനിക്ക് ഒരു റോളും കിട്ടുന്നില്ല, അല്ലെങ്കിൽ താൻ അപമാനിതനാവുന്നു എന്ന ആ ഒരു മനസ്സുമായിട്ടാണല്ലോ PC ചാക്കോ NCPയിലേക്ക് പോയത്. മാത്രമല്ല, കണ്ണടച്ച് തുറക്കുന്ന 2021 മാർച്ച് 10 PC ചാക്കോ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു. അതേ മാർച്ച് 16 5 ദിവസം കൊണ്ട് അദ്ദേഹം NCP എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നു. ഇത് ഈ ശരത് പവാറും PC ചാക്കോയും തമ്മിലുള്ള എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടൊരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഒരു ശക്തിയിലാണ് അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് ആവുന്നത്, സംസ്ഥാന അധ്യക്ഷനാവുന്നത്. അദ്ദേഹം ആ സ്പീഡിൽ അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത് NCPയിലെ പലർക്കും അത്ര പിടിക്കാതെ പോയ കാര്യമാണ്. കൂട്ടത്തിൽ കുറച്ച് പേരുണ്ടായിരുന്നു, അത് നമുക്കറിയാം, പലരും ഉണ്ടായിരുന്നു. ഇപ്പോ അതിലൊരാളായ സുരേഷ് ബാബുവിനെ പുതിയ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന് PC ചാക്കോ ഈ രാജിയോടൊപ്പം ഒരു നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സുരേഷ് ബാബു ഒരു മാന്യനായ മനുഷ്യനാണ്, അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെങ്കിൽ പോലും അദ്ദേഹം കോൺഗ്രസിനെ വെറുക്കുന്ന ഒരാളൊന്നുമല്ല. മാത്രമല്ല, രാഷ്ട്രീയ മര്യാദകൾ പാലിച്ചുകൊണ്ട്, രാഷ്ട്രീയത്തിലെ അന്തസ്സും അതുപോലെ തന്നെ മാന്യതയും പാലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് സുരേഷ് ബാബു. പക്ഷെ അങ്ങനെ ഒരാളെയൊന്നും, സുരേഷ് ബാബുവിനെ പോലെ ഒരാളെ കൊണ്ടൊന്നും NCP പോലുള്ള ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. PC ചാക്കോയ്ക്ക് കഴിയാത്തത് സുരേഷ് ബാബുവിന് കഴിയുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിപ്പോ താങ്കൾ ചോദിച്ച പോലെ തന്നെ വളരെ കൃത്യമായിട്ട് സമ്മർദ്ദമാണ് PC ചാക്കോയുടെ, അതൊരു നിവൃത്തികേടാണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. നിവൃത്തിയില്ലാതെ
ഒരു മാർഗവും ഇല്ല ഈ പാർട്ടിയെ കൊണ്ടു നടക്കാൻ. ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പാർട്ടി അണികളിൽ ഭൂരിപക്ഷമില്ല, നേതാക്കളിൽ മഹാഭൂരിപക്ഷമില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ പി.സി. ചാക്കോയുടെ ഒപ്പമുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ കരണീയമായ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് രാജിവെച്ച് അദ്ദേഹത്തിന് മാറുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഇതിനിടയ്ക്ക് സംഭവിച്ചു. ഈ മന്ത്രിയെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു നേതൃയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നെഞ്ചത്ത് നോക്കി, മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ നോക്കി പറയാൻ എനിക്ക് പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പറയാതിരുന്നതാണ്. എനിക്കത് നന്നായി പറയാനും അറിയാം. പക്ഷെ എങ്കിലും ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. ഇത് അതേപടി എന്താ പറയാ, ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിൽ നടന്ന ആ പ്രസംഗം അതേപടി ഇപ്പോ എന്താ പറയാ പാർട്ടി നേതാക്കൾ തന്നെ പുറത്തേക്ക് വിട്ടു. ഇതും കൂടി ആയപ്പോഴേക്കും പി.സി. ചാക്കോ കടുത്ത സമ്മർദ്ദത്തിലായി. അതിന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? മുഖ്യമന്ത്രി അദ്ദേഹത്തോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുത്താൽ പി.സി. ചാക്കോയ്ക്ക് എന്താവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ മറുപടിയൊന്നും നമുക്കറിയില്ല. ഏതായാലും ചാക്കോ വല്ലാത്ത ഒരു ഡൈലമയിൽ, വല്ലാത്തൊരു വിഷമവൃത്തത്തിലാകപ്പെട്ടു. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. പാർട്ടിക്ക് അകത്ത് പിന്തുണയില്ല, പാർട്ടി അണികളുടെ പിന്തുണയില്ല, മുന്നണിയുടെ പിന്തുണയില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഒട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മറ്റെന്തുണ്ട് കരണീയമായി? രാജിവെക്കുക. ഇതിന്റെ 10-1 കാരണം പോലും അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടു പോകാനില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന് കിട്ടാത്തത് എന്താ ഉള്ളത്? അദ്ദേഹം മന്ത്രിയായിരുന്നു, എത്രയോ ചെറുപ്പത്തിൽ മന്ത്രിയായി, എത്ര തവണ MP ആയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി ചെയ്തൊരു ത്യാഗം ആലോചിച്ച് നോക്ക്. തൃശ്ശൂരിൽ തോറ്റ ചാക്കോ അന്ന് ചാലക്കുടിയിൽ ധനപാലൻ ജയിച്ചതാണ്. എന്നിട്ട് ചാക്കോയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തെ ചാലക്കുടിയിലേക്കും ധനപാലൻ തൃശ്ശൂരിലേക്കും വന്നു. ഒടുവിൽ 2 സീറ്റും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. എന്നിട്ടും ചാക്കോയെ കൈവിട്ടില്ലല്ലോ. ചാക്കോയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ അക്കോമഡേഷൻ കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ ഒരു കാലത്ത് ഏറ്റവും വലിയൊരു സ്ഥാനം വഹിച്ച ആളാ പി.സി. ചാക്കോ. ഈ 2G സ്പെക്ട്രം അഴിമതി കേസിൽ അദ്ദേഹം പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അതൊക്കെ ആയിരുന്നാലും കോൺഗ്രസിൽ ഗ്രൂപ്പിസത്തിൽ മനം മടുത്തായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ രാജി. അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൽ മനം മടുത്ത് രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൽ മനം മടുത്ത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ട് വന്ന പാർട്ടിയിൽ ഗ്രൂപ്പിസത്തിന്റെ പ്രധാന ആളായി മാറുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ ശശീന്ദ്രൻ അദ്ദേഹത്തെ അധ്യക്ഷനാകുന്നതിൽ പിന്തുണയ്ക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് ശശീന്ദ്രനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗത്തെ അണിനിരത്താനുള്ള ശ്രമങ്ങളാണോ പി.സി. ചാക്കോ നടത്തിയത്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസിതനായോ? വാസ്തവത്തിൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടതാണ്, അല്ലെങ്കിൽ സമ്മർദ്ദഫലമായിട്ട് ഇറങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് പിണറായി വിജയനുമായി യോജിച്ച് ഇടതുമുന്നണിയിൽ ഒരു ഘടകകക്ഷിയുടെ നേതാവായി നിൽക്കുന്നതിനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രണ്ടാമത്, അദ്ദേഹത്തെ ഒരു രാജിയിലേക്ക് നയിച്ച കാരണം ഈ അദ്ദേഹത്തിനെതിരായിട്ട് നടന്ന ഈ ഒപ്പ് ശേഖരണമാണ്. ഇപ്പോൾ അവിടെ ഗ്രൂപ്പുണ്ടാവും. ശശീന്ദ്രനെ മാറ്റാൻ ശ്രമിച്ചു, തോമസ് കെ തോമസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തോമസ് കെ തോമസ് തനിക്ക് മന്ത്രിയാവണം എന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിച്ച ആളല്ല പി.സി. ചാക്കോ. അതും കൂടെ മനസ്സിലാക്കണം. പി.സി. ചാക്കോ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പിന്നീട് തോമസ് കെ തോമസ് കരിഞ്ഞു വിളിച്ച് പവാറിൻ്റെ അടുത്തെത്തുന്നു. പ്രഫുൽ പട്ടേലും പവാറും ഇരിക്കുന്ന ഒരു സമയത്ത് പി.സി. ചാക്കോയും ഉള്ള ഒരു കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിൽ ഇത് നമ്മൾ നേരത്തെ ഒരു ധാരണ എത്തിയിട്ടുള്ളതാണ്. ഇയാൾക്ക് 1-1.5 വർഷം കൊടുക്കാം, അല്ലെങ്കിൽ പകുതി സമയം കൊടുക്കാം എന്നുള്ളത്. അതുകൊണ്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം തോമസ് കെ തോമസ് മന്ത്രിയാവട്ടെ എന്ന് പവാറാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുക എന്നൊരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നത്. അത് പിന്നെ എന്തായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ശശീന്ദ്രനുമായിട്ടുള്ള സംഘർഷങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു പ്രസിഡൻറ്റിനെതിരായിട്ട്, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിനെതിരായിട്ട് 420 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ആ പാർട്ടിക്കുള്ളത്. അപ്പോൾ അവരുടെ ഇടയിലൊരു ഒപ്പ് ശേഖരണം നടത്തുക, അത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു ഒപ്പ് ശേഖരണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതന്നെ. ശ്രമങ്ങളല്ല, 3-4 ജില്ലകളിലൊക്കെ അത് ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹത്തെ, അതൊരു
പാർട്ടി പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസ ഇല്ലായ്മയുടെ ഒരു സൂചനയായിട്ട് വേണം കാണേണ്ടത്. അതാണ് അദ്ദേഹം പ്രധാനമായിട്ട് രാജിവെക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായത്. അല്ലാതെ ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം ഇപ്പോൾ വാസ്തവത്തിൽ ഇല്ല. ഇപ്പോൾ തോമസ് കെ തോമസ് കാല് മാറിയെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മാറിയെന്നോ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ചാക്കോയ്ക്ക് പാർട്ടിയിൽ പിന്തുണയില്ല എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ എത്ര പേര് ചാക്കോയുടെ കൂടെ നിൽക്കുന്നു, എത്ര പേര് ശശീന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നു, അത്തരം കണക്കുകളൊന്നും എൻ്റെ പക്കലില്ല. പക്ഷേ ഒരു സമയത്ത് അദ്ദേഹത്തിനായിരുന്നു 2-3 ജില്ലകൾ ഒഴിച്ചുള്ള എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെയും പിന്തുണ. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ സാധിച്ചില്ല. അതിനെന്താ പ്രധാനപ്പെട്ട കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ ഇങ്ങനെയാണോ ഒരു ഘടകകക്ഷിയോട് പെരുമാറേണ്ടത്? അപ്പോൾ ഇവിടെ ആരോ പറയുന്നുണ്ട് തോമസ് കെ തോമസ് MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ നടത്തിയ ശ്രമം പുറത്തു വന്നല്ലോ. അല്ല, അത് സ്മൃതി, അത് നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഞാനിന്ന് NCPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്ര 5 കോടി രൂപ മറ്റോ ഓഫർ ചെയ്യുന്നല്ലേ, 50,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ തോമസ് കെ തോമസ് നിൽക്കുന്നത്. ഇതൊക്കെ ചുമ്മാതെ അദ്ദേഹത്തിൻ്റെ വരവ് തോമസ് കെ തോമസിന്റെ അജിത് പവാർ പക്ഷത്തേക്ക് പോകാൻ BJPക്ക് ഇവിടെ സാഹചര്യം ഒരുക്കാനല്ലേ? സ്മൃതി, ഇവിടെ 2 MLA-മാർ. അപ്പോൾ അതിൽ തോമസ് കെ തോമസ് പോകായിരിക്കും, ശശീന്ദ്രൻ പോവില്ലല്ലോ. NCP അല്ലെങ്കിൽ ഈ ഇടതുമുന്നണി വിട്ടിട്ട് അദ്ദേഹം BJPയുടെ കൂടെ പോകും. ഇപ്പോൾ അജിത് പവാർ BJPയുടെ കൂടെയാണല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോനെയൊക്കെ കണ്ടു പണം ഓഫർ ചെയ്തു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ NCP എന്നുള്ള പേരും അതിൻ്റെ ചിഹ്നം അതെല്ലാം അജിത് പവാറിൻ്റെ ഗ്രൂപ്പിന് കിട്ടിക്കഴിഞ്ഞു. ഇനി കിട്ടിയില്ലെന്ന് വിചാരിക്കുക. ഇവിടുത്തെ 1-2 MLA-മാരുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഒരു തീരുമാനത്തെ, ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പറ്റും. ഇതൊക്കെ വെറും ഒരു ഗിമ്മിക്കല്ലേ. ഇതൊക്കെ തോമസ് മന്ത്രിസഭയിലേക്ക് വരരുത്, അത് പിന്നെ പിണറായി വിജയൻ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഇങ്ങനെ പല കഥകളും വരും. എന്നിട്ട് പിന്നെ എന്താ അന്വേഷിക്കാഞ്ഞത്? അന്വേഷണം നടത്തിയോ? അന്വേഷണം നടത്തിയെങ്കിൽ എന്തായി? ഇയാളെ പൈസ ഓഫർ ചെയ്തോ? പൈസ ഓഫർ ഉണ്ടായിട്ടില്ലെന്നാണ് ആർക്കാണ് ഓഫർ കൊടുത്ത് അവർ തന്നെ പറയുന്നത്. ഇതൊക്കെ ഒരു അദ്ദേഹം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു സാധാരണഗതിയിൽ ഒരു ഘടകകക്ഷി ഇപ്പോൾ CPI അവർ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഒരു മന്ത്രിയെ മാറ്റിയിട്ട് വേറൊരാളെ മന്ത്രിയാക്കാൻ. അപ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ടതാരാ? എന്നിട്ട് മുന്നണി മര്യാദയില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ മുന്നണിയിൽ എന്തെങ്കിലും മര്യാദകൾ പാലിക്കപ്പെടുന്നുണ്ടോ? ചില പാർട്ടികളുടെ പിന്നെ സിംഗിൾ മെമ്പർ പാർട്ടിയാണെങ്കിൽ പോലും അവർക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട്. 2.5 കൊല്ലം വീതമെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താണ് RJDക്ക് കിട്ടാത്തത്? എന്താണ് കോവൂർ കുഞ്ഞുമോന് കിട്ടാത്തത്? എന്താണ് NCP പറയുന്ന ഉടനെ അവരാവശ്യപ്പെടുന്ന ഒരാളെ മന്ത്രിയാക്കാത്തത്? ഒരു കഥ വരികയാണ്, അയാളെന്തോ 50 കോടിയോ 5 കോടിയോ എന്തോ പിന്നെ ഓഫർ ചെയ്തു എന്ന് പറയുകയാണ്. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നു എന്ന് പറയുന്നത് അത് ആ പാർട്ടിക്കാർ തന്നെ പുറത്തു കൊടുത്തു. ആന്റണി രാജു ആണല്ലോ. കോവൂർ കുഞ്ഞുമോൻ ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എൻ്റെ പൊന്നു സ്മൃതിയെ കേരളത്തിലെ ഇതുപോലൊക്കെ ഒരു കഥയുണ്ടാവാനോ ആളുകളൊക്കെ പറയാനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, തോമസ് കെ തോമസ് എന്തിന് ഇവർക്ക് പണം കൊടുക്കണം? എന്നിട്ട് അജിത് പവാറിന് എന്ത് നേടാനാണെന്ന് എനിക്കത് പറഞ്ഞതാ. നമുക്കറിയാമല്ലോ ഒരു പാർട്ടിക്ക് ചിഹ്നം കിട്ടുന്നെന്താ, പേര് കിട്ടുന്നെന്താ. ഇവരെ കിട്ടിയിട്ട് ഈ 2 പേരെ കിട്ടിയെന്ന് വിചാരിക്കുക, എന്താ അതിൻ്റെ പ്രയോജനം? അപ്പോൾ ഈ ശബ്ദരേഖയുടെ കാര്യം പറഞ്ഞു. അവിടെ ആ യോഗത്തിൽ, തിരുവനന്തപുരത്ത് നടന്ന ആ യോഗത്തിൽ ഈ അടിപിടി ഉണ്ടാകുന്നതിന് മുമ്പ് ചേർന്ന യോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചാക്കോയ്ക്കെതിരായിട്ട് വലിയൊരു ആക്ഷേപം ഉണ്ടായി. അതായത് നിങ്ങൾ നോക്കിയിട്ട് NCP പറഞ്ഞിട്ട് ഒരു മന്ത്രിയെ പോലും കിട്ടിയില്ല, നിങ്ങളെന്താ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മുഖ്യമന്ത്രിയുടെ മുഖത്തോ നെഞ്ചത്തോ നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇടതുമുന്നണിയുടെ ഒരു താല്പര്യം അത് മുൻപിൽ കണ്ടുകൊണ്ട് ഞാനതിന് പോയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വേണമെങ്കിൽ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ് PC ചാക്കോ. യാതൊരു സംശയമൊന്നും വേണ്ട. മറ്റു ഘടകകക്ഷി നേതാക്കളെ പോലൊന്നുമല്ല. പക്ഷേ ഇതൊരു കുഞ്ഞു പാർട്ടിയാണ്. ഇതിനെ പ്രതികരിച്ച് എന്ത് പറയാനാണ് മുഖ്യമന്ത്രിയോട്? അപ്പോൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പോൾ തോമസ് കെ തോമസ് അപ്പുറത്ത് മാറിയെന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നെ മന്ത്രിസ്ഥാനം കിട്ടുന്നില്ലേ, പ്രസിഡൻറ്റെങ്കിലും ആവണം, പാർട്ടിയുടെ NCPയുടെ പ്രസിഡൻ്റ് ആവണം. ഇതിനിടയ്ക്ക് SNDP ഇടപെടുന്നുണ്ട്. അതായത് ശശീന്ദ്രന് വേണ്ടി ശശീന്ദ്രനെ മാറ്റരുതെന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ
ഏതോ ബന്ധുവുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധുത്വം ഉണ്ടെന്ന് പറയുന്നു. ഒന്നും എനിക്കറിഞ്ഞുകൂടാ ശരിയാണോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ NCP ആയതുകൊണ്ട് ഒരു കുഞ്ഞു പാർട്ടി, ഒരു ഈർക്കിൽ പാർട്ടി എന്ന് പറയാം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ പിണറായി വിജയനോ മുന്നണിയോ പാർട്ടിയോ ഒന്നും ഇക്കാര്യത്തിൽ ഇതിനൊന്നൊരു പ്രാധാന്യം കൊടുക്കരുത്. അദ്ദേഹം ഒരു സാഹചര്യം ഉണ്ടായി, അവിടെ നിൽക്കക്കളിയില്ലാതെ വന്നു, അദ്ദേഹം രാജിവെച്ചു പോയി. ശരി, ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതിനോട് താങ്കൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടാവുമെന്നറിയാം. പക്ഷെ അപ്പോഴും ഒരു പാർട്ടിയിൽ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ പിണറായി വിജയൻ ഇടപെടുന്നു എന്നതിൻ്റെ തെളിവുകളല്ലേ പുറത്തു വന്നിട്ടുള്ളത്. കാരണം ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ, വേറെ ആരും അങ്ങോട്ട് വരേണ്ടതില്ല എന്ന തീരുമാനം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്താനാവുക? അത് ആ ചരിത്രം അങ്ങനെയല്ല സ്മൃതി വാസ്തവത്തിൽ സംഭവിച്ച് വന്നിട്ടുള്ളത്. ഇതുവരെ എത്തിയ എപ്പിസോഡ് ഈ പറഞ്ഞതുപോലല്ല, തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് ഉള്ളത്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് മന്ത്രി AK ശശീന്ദ്രൻ അവരുടെ NCPയുടെ ദേശീയ അധ്യക്ഷനെ ശരത് പവാറിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ പാർലമെന്ററി പാർട്ടി നേതാവായ തോമസ് കെ തോമസിനെ പാർട്ടി അധ്യക്ഷനാക്കണം എന്നാണ് AK ശശീന്ദ്രൻ ശരത് പവാറിന് അയച്ചിട്ടുള്ള കത്ത്. ആ കത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം മെയിൽ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. ഇനി മറ്റേ കാര്യത്തിലേക്ക് വന്നാൽ 2024 ജനുവരിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ ഒരു ധാരണയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങളത് താല്പര്യപ്പെടുന്നുണ്ടോ, അതിപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ടോ? കാര്യം അപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞു, 2.5 വർഷം എന്നുള്ള കാലാവധിയിൽ മറ്റു ചില മന്ത്രിമാർ മാറാനിരിക്കുന്നു, പുതിയ ആൾക്കാർ വരാനിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പിണറായിയുടെ ചോദ്യം. അപ്പോൾ PC ചാക്കോ പറഞ്ഞു, ഇല്ല, അങ്ങനൊരു സംഗതിയില്ല. അപ്പോൾ പാർട്ടി പ്രസിഡന്റിനോടാണല്ലോ ചോദിക്കേണ്ടത്, അങ്ങനെയാണ് ചോദിച്ചത്, ഇല്ല എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇതിനു മുൻപ് 2021 ഏപ്രിലിൽ തന്നെ പ്രഫുൽ പട്ടേലാണ് കേരളത്തിൽ എത്തുന്നത്. എത്തുമ്പോൾ 2.5 വർഷം വീതമാണ് ഇവർക്കുള്ള കാലാവധി എന്ന് പ്രഫുൽ പട്ടേൽ അന്ന് പറയുന്നുണ്ട്. ഏപ്രിലിൽ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗിലാണ് അത് പറയുന്നത്. അപ്പോൾ 2.5 വർഷം വീതമെന്ന് പറയുന്നു. അതേസമയം 2021 മെയിലാണ് PC ചാക്കോ അധ്യക്ഷനാവുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനൊരു തീരുമാനമൊന്നുമില്ല, 5 വർഷവും ഫുൾ ടൈമാണ് മന്ത്രിക്ക് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് PC ചാക്കോ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ശശീന്ദ്രനെ മാറ്റാനായിട്ടും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനായിട്ട് ഓടി നടന്നു, അത്യധ്വാനം. അല്ല, അതിന് പിന്നിലുള്ള കാരണം തോമസ് കെ തോമസിന് ആഗ്രഹം വന്നു, അദ്ദേഹം പവാറിനെ പോയി കണ്ട് ആവശ്യമുന്നയിച്ചു, പവാർ അങ്ങനെ ആകട്ടെ എന്ന് ഉറപ്പു നൽകുന്നു. ഇതല്ലേ സംഭവിച്ചത്? അതിലൊരു വലിയ തെറ്റുണ്ട്. തോമസ് കെ തോമസ് ഇന്ന് ഈ നിമിഷം വരെ തനിക്ക് മന്ത്രിയാകണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ അകത്തെ വ്യത്യസ്തമായ കാര്യം. അതിൻ്റെ അകത്ത് ചർച്ച ഉണ്ടായിരുന്നുള്ള സത്യമാണ്. പ്രഫുൽ പട്ടേൽ ഇവിടെ വന്ന് പറഞ്ഞുള്ള സത്യമാണ്. പക്ഷെ തോമസ് കെ തോമസ് MLA എന്നുള്ള നിലയിൽ പാർലമെന്ററി പാർട്ടി ലീഡറാണല്ലോ. ആ 2 MLA മാരിൽ ഒരാൾ പാർലമെന്ററി പാർട്ടി ലീഡറും ഒരാൾ മന്ത്രിയുമാണ്. അപ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡറായ തോമസ് കെ തോമസ് എവിടെയും പറഞ്ഞിട്ടില്ല തനിക്ക് മന്ത്രിയാകണമെന്ന്. എത്രയോ തവണ പറയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പാർട്ടി തീരുമാനിക്കും പരസ്യമായി തന്നെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീ ജയേന്ദ്രൻ, അല്ല, പാർട്ടി തീരുമാനിക്കുമെന്നല്ലാതെ ഞാൻ യോഗ്യനാണ് എന്നതടക്കം. എന്റെ വ്യക്തിപരമായ നല്ല അടുത്ത സുഹൃത്താണ് തോമസ് കെ തോമസ്. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളല്ല ഇത്തരം കാര്യങ്ങൾ സ്മൃതി. അദ്ദേഹവുമായി എന്റെ നല്ല സുഹൃത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എവിടെയും ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല താൻ യോഗ്യനാണ്, പാർട്ടി തീരുമാനിക്കട്ടെ, ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഇതൊന്നും അല്ല. അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ NCP എന്ന പാർട്ടിയെ കൊണ്ടു നടന്ന് PC ചാക്കോ നേടാവുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനെ വെച്ച് വില പേശി ഒരുപാട് ധനസമ്പാദനം, പണം സമ്പാദിക്കുകയായിരുന്നു. 1 ആരോപണങ്ങളാണ് പാർട്ടിക്കകത്തെ. 2 സംഘടനയെ മുച്ചൂടും ഇല്ലാതാക്കി. ഒരു ജില്ലയിലും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു ഗൗരവവും കൊടുക്കാതെ അദ്ദേഹത്തിന് തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഏറ്റവും ഒടുവിൽ ഒരു PSC മെമ്പർ നിയമനം നടന്നു. അതിൽ തിരുവനന്തപുരത്തെ ഒരാളിനാണ് നിയമിച്ചത്, അധ്യാപികയാണ് നിയമിച്ചത്. അവർ NCPക്കാരി പോലും അല്ല എന്നുള്ള വിമർശനം വേറെ ഉണ്ട്. പക്ഷേ ഒടുവിൽ നിയമിക്കപ്പെടുന്ന തൊട്ടു മുമ്പ് 60 ലക്ഷം രൂപയും അതിനു മുമ്പ് വേറൊരു 60 ലക്ഷം രൂപയും 1 കോടി 20 ലക്ഷം രൂപ കൊടുത്തിട്ടാണത്രേ
അവർ PSC മെമ്പറായിരിക്കുന്നത്. അതാണ് ഏറ്റവും ഒടുവിലത്തെ. പിന്നെ ഒട്ടേറെ നിയമനങ്ങളിൽ വിവാദ ഫയലുകൾ നിർബന്ധിച്ച് ഒപ്പിടിക്കാൻ ശ്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ, പിന്നെ ഈ മറ്റ് നേരിട്ട് നിയമനം വനംവകുപ്പിൽ നടത്താവുന്ന പോസ്റ്റിങ്ങുകളിൽ ഒക്കെ, അതുപോലെ സംഘടനാ സ്ഥാനങ്ങളിലേക്ക് നിരവധി ആൾക്കാരെ നിയമിക്കുന്നതൊക്കെ തോമസ് കെ തോമസുമായിട്ട് എതിർത്ത് നിന്നപ്പോൾ തോമസ് കെ തോമസിനെ ഒരു സ്ഥലത്തും അടുപ്പിക്കാതിരിക്കുക, അദ്ദേഹത്തിന് അടുത്ത തവണ കുട്ടനാട്ടിൽ സീറ്റ് നിഷേധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുക, ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അടക്കം പരിപൂർണമായും തോമസ് കെ തോമസിന്റെ ആൾക്കാരെ ഒഴിവാക്കി നിർത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ PC ചാക്കോയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും, തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ അത് വ്യാപകമായി ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയാണ്. 18-ാം തീയതി ഇവര് അങ്ങോട്ട് പോയി കാണാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ വരുന്നത്. ഒപ്പുശേഖരണം നടക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടിയെ വിറ്റതിന്റെ ബാക്കി പത്രമായിട്ടാണ് പ്രസിഡന്റിനെ തന്നെ അവര് നിഷേധിക്കാനും അദ്ദേഹത്തെ ഇനി ചുമക്കാൻ തയ്യാറില്ല എന്ന് പറയാനുമായിട്ട് AK ശശീന്ദ്രനും തോമസ് കെ തോമസും 2 MLA-മാരും അവരുടെ ഒപ്പം നിൽക്കുന്ന ഏതാണ്ട് എല്ലാ ഭാരവാഹികളും NCP ഒന്നാകെ, സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നാകെ തയ്യാറായത്. പക്ഷെ ഇപ്പോഴും പിന്നെ ഇദ്ദേഹം PC ചാക്കോ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ്. അതെന്ത് വേണമെന്നുള്ളത് ഇവരുടെ പിന്നെ പെർവ്യൂവുള്ള കാര്യമല്ല. അതെ, കേരള ഘടകത്തിന്റെ അത് ശരത് പവാർ നിശ്ചയിച്ചതാണ്. അദ്ദേഹമാണ് ഇനി തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ 50 കോടി 100 കോടിയുടെ ഒക്കെ കാര്യമുണ്ടല്ലോ. നാഷണൽ പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ NCP. അപ്പോൾ അവർക്ക് ഒരു നാഷണൽ പാർട്ടി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ആ ഒരു പദവി ഇല്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ പദവി കിട്ടാനായിട്ട് MLA വരെ ചാക്കിട്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഭാഗികമായി വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ തന്നെ NCP നാഷണൽ പാർട്ടിയാണല്ലോ, ദേശീയ പാർട്ടി പദവി ഉള്ളതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ. പിന്നെന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കുതിര കച്ചവടത്തിന് ഇറങ്ങുന്നത് എന്നല്ലേ ചോദ്യം വരുന്നത്. അപ്പോൾ വരുമ്പോൾ അതിന്റെ പിന്നിൽ ചില കളികൾ ഉണ്ടായിരുന്നു. ആ കളികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളല്ലേ, വരും മാസങ്ങളിൽ പുറത്ത് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനേ കഴിയൂ. ഇപ്പോൾ ശ്രീ എസ് സജീവൻ, താങ്കളൊരു മനസ്സിലാക്കൽ എന്താണ്? NCP ഒരു പിളർപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ PC ചാക്കോയുടെ രാജിയോടുകൂടി. AK ശശീന്ദ്രൻ വിഭാഗം ഇവിടെ പ്രബല ശക്തിയായി മാറുന്നു. AK ശശീന്ദ്രൻ മന്ത്രി എന്ന നിലയ്ക്ക് ദിവസവും അബദ്ധങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ദിവസം പരാതികൾ. ഇപ്പോൾ എല്ലാ ദിവസവും കാട്ടാനയുടെ ആക്രമണവും മരണവുമാണ്, ആളുകൾ മരിച്ചു വീഴുകയാണ്. ആ മരണത്തെ പോലും നിർവികാരമായി കൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന രീതിയും മന്ത്രിക്കുണ്ട്. ഇന്നത്തെ പ്രതികരണം ആ രൂപത്തിൽ വിലയിരുത്തപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുറമേക്ക് മന്ത്രി എന്ന നിലയ്ക്ക് ശശീന്ദ്രനെ കുറിച്ചുള്ള അഭിപ്രായം വരുന്നെങ്കിലും പാർട്ടിയിൽ ശക്തനായി നിൽക്കുകയാണോ ശശീന്ദ്രൻ? ഇതിൽ PC ചാക്കോ പാർട്ടിയെ ഒരു പിളർപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രാജിവെച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം PC ചാക്കോ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്ന ആളല്ല. നമ്മളിതിൽ ആരെയും തോമസ് കെ തോമസിനെയോ അല്ലെങ്കിൽ ശശീന്ദ്രനെയോ PC ചാക്കോയോ ഒന്നും വെള്ളപൂശേണ്ട കാര്യമില്ല. ഈ പാർട്ടിയിലെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, ഈ പാർട്ടി പ്രവർത്തകരുടെ ഗ്രൂപ്പ്. ഞാൻ പതിവായി കാണുന്ന ഒരാളാണ്. അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്ടി ഒരു പാർട്ടിയാണോ എന്ന് പോലും ചിന്തിച്ചു പോകും. അത്രയും ഭീകരമായിട്ട് കളികൾ അന്യോന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരാണ് അതിലുള്ളത്. ഇവിടെ ശശീന്ദ്രന് അദ്ദേഹത്തിൻ്റെ, താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മന്ത്രിയായി നിൽക്കുന്ന ഒരാളല്ല. LDF ഒരു രീതിയുണ്ട്. CPM-ന് ഘടകകക്ഷികൾ, CPM എന്ന് പറയുന്ന വലിയേട്ടൻ കഴിഞ്ഞാൽ പിന്നീട് ഘടകകക്ഷികൾ 2 രീതിയിലുണ്ട്. ഇപ്പോൾ CPI, കേരള കോൺഗ്രസ്, ഇവരൊക്കെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും സമ്മർദ്ദം ചെലുത്താനും ഒക്കെയുള്ള സ്വാധീനമുണ്ടാകും. അതല്ലാതെ ചില പാർട്ടികളുണ്ട്. ഇത് ശശീന്ദ്രൻ്റെ NCP ആണെങ്കിലും അതൊക്കെ ചില ആളുകളെ ഇങ്ങനെ നിർത്തും. ആ നിർത്തലിന് മാത്രം അപ്പുറത്തേക്ക് അവരപ്പുറത്തേക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ശശീന്ദ്രൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്നതൊക്കെ CPM-ന് അവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് പിന്നെ ഏറാൻ മൂളുന്ന അല്ലെങ്കിൽ യെസ് പറയുന്ന രീതിയിലുള്ള കുറച്ച് ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ നിലനിർത്തുക എന്ന് പറയുന്നത് അവർ രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ കൊണ്ടുപോകും. അതിനപ്പുറത്തേ വേറൊരാൾ വേണമെന്നുള്ള കാര്യമൊന്നും CPM-നില്ല. കാരണം ഇവരുടെ പാർട്ടി വോട്ട് കൊണ്ട് ജയിക്കുന്ന ഒരു ആ പാർട്ടിക്ക് സ്വന്തം നിലയിൽ എവിടെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും എന്താണ് കെട്ടിവെച്ച കാശ് പോലും കിട്ടുന്നൊരവസ്ഥയില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ വോട്ട് കൊണ്ട് എവിടെയും ജയിക്കാറുമില്ല. ഇപ്പോൾ കോഴിക്കോട്ട് കുറേ കാലമായിട്ട് AC ഷൺമുഖദാസ് മത്സരിച്ചുകൊണ്ടിരുന്ന ബാലുശ്ശേരി മണ്ഡലം CPM-ൻ്റെ കോട്ടയാണ്. CPM-ന് അവിടെ മത്സരിച്ച് ജയിക്കാൻ ഒരു പ്രയാസവുമില്ല, ഒരു ഘടകകക്ഷിയുടെയും
ഒരു പിന്തുണ പോലും വേണ്ട. പക്ഷേ അവിടെ ഷൺമുഖദാസിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ശശീന്ദ്രനോടും കടന്നപ്പള്ളി രാമചന്ദ്രനോടും ഒക്കെയുള്ള ആ ഒരു താല്പര്യത്തിന് പിന്നിൽ എന്താണ്? പിണറായി വിജയൻ അവരോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. പഴയ ബന്ധം, ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് വേറെ ഒരു ഉപകാര സ്മരണ എന്നുള്ള എനിക്കൊന്നുമല്ല. ഇവർ ശല്യക്കാരായിട്ടുള്ള ആളുകളല്ല. പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-നോ ശല്യക്കാരായിട്ടുള്ള മന്ത്രിമാരല്ല ഈ രണ്ടുപേരും. അത് ഇതേ രണ്ടുപേരിൽ അങ്ങനെ കുറേ പേര്, ആൻ്റണി രാജു ഉണ്ടായിരുന്ന സമയത്ത് ആൻ്റണി രാജു ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പക്ഷേ അവർക്കൊന്നും ബാർഗെയിനിങ് പവർ ഇല്ല. അത് കൊടുക്കുന്ന പ്രശ്നമില്ല. ആ പാർട്ടിയിൽ ബാർഗെയിനിങ്ങിന് വേണ്ടി ചെന്നതാണ് PC ചാക്കോ. അതായത് ശശീന്ദ്രനെ മാറ്റിയിട്ട് ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവഗണിച്ച് വിട്ടു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം ഒരിക്കൽ പോലും CPM അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ മാത്രമല്ല, പണ്ടിക്കാലത്ത് ഒരു വലിയൊരു ശക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കരുണാകരനും മകനെ കൂടി NCPയുടെ ഭാഗമായിട്ട് പോയിരുന്നല്ലോ. അക്കാലത്ത് മുന്നണി യോഗത്തിൽ പോലും അതുവരെ ഉണ്ടായിരുന്ന NCP നേതാക്കന്മാരെ പോലും അടുപ്പിക്കാതെ നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ തൽക്കാലം മുന്നണി യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് അകറ്റിവിട്ട് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കൊടുക്കില്ല. കാരണം അപ്രമാദിത്വം കാണിക്കുന്ന, വേണ്ടത്ര വേരോട്ടമില്ലാത്ത പാർട്ടികളുടെ നേതാക്കന്മാരെ CPM ഒരിക്കൽ പോലും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ അംഗീകരിക്കില്ല. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു അവസ്ഥയിൽ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒരുമിച്ച് ചേരുകയും ചെയ്തു. അവിടെ ഒരിക്കൽ പോലും ഇനി അങ്ങോട്ടേക്ക് ഈ കേരളത്തിൽ NCPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ തനിക്ക് കഴിയില്ല, താൻ അംഗീകരിക്കപ്പെടില്ല എന്ന് PC ചാക്കോയ്ക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം സ്വന്തം നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരിക എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അതിനു മുമ്പേ പടിയിറങ്ങിയിട്ടുള്ളതാണ്. അതല്ല, സ്വന്തം ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരിക്കൽ പോലും പാർട്ടിയെ ഒരു പിളർപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ല. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ ശരത് പവാറൊക്കെ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ട് എന്തെങ്കിലും തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു നേതാവായിട്ട് നിൽക്കും. ഇപ്പം പീതാംബരൻ മാഷൊക്കെ കുറേ കാലം നിന്നിരുന്നില്ല. അതേപോലെ നിൽക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു താല്പര്യം അദ്ദേഹത്തിനില്ല. കേരളത്തിൽ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു ജില്ലാ ഘടകവുമില്ല, താഴെത്തട്ടുള്ള ഘടകങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നോടൊപ്പം നിന്നിരുന്ന തോമസ് കെ തോമസും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിനും വേണ്ട എന്തെങ്കിലും അധികാരമാണ്, അദ്ദേഹം പോയി കഴിഞ്ഞു. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തായാലും ഈ മുന്നണിയിലോ ഈ മന്ത്രിസഭയിലോ ഒന്നും താൻ പറയുന്നത് കേൾക്കുന്ന ആരുമില്ല എന്ന് വ്യക്തമായപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് PC ചാക്കോ പോയത്. അതേ സമയത്ത് ഇപ്പോൾ നേരത്തെ ഇവിടെ പറയുന്ന പോലെ തോമസ് കെ തോമസ് എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്ത പിണറായി വിജയനുള്ള ഒരു വെറുപ്പ് കൊണ്ടൊന്നുമില്ല. ഇത് യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കുറേ പേരെ ചാക്കിട്ട് പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്ന് ചാക്കിട്ട് പിടുത്തത്തിന് ആകേണ്ടിയിരുന്ന ആൾ ആൻ്റണി രാജു പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ഇല്ല. നമുക്ക് അങ്ങനെ അടച്ച് നിഷേധിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അതിന് കാരണം NDA ആരോപണമായിരുന്നെങ്കിൽ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ NDAക്ക് ഒരു സ്ഥാനം ഇവിടെ മന്ത്രിസഭയല്ല, മുന്നണിയിൽ ഈ നിയമസഭയിലൊരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത്, സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ ശരത് പവാറിൻ്റെ NCP ആണല്ലോ കുറേ കൂടി ക്ഷീണിച്ചിട്ടുള്ളത്. അതേസമയത്ത് അജിത് പവാറിൻ്റെ NCPക്ക് ദേശീയ പാർട്ടിയായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലുണ്ട്, അതോടൊപ്പം തന്നെ കേരളത്തിൽ അവർക്ക് MLA-മാരുണ്ടെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും അതില്ല എന്ന് അടച്ചു പറയുന്നതിലൊരു കാര്യമില്ല. ഇവിടെ ആരും നല്ല പിള്ളകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും നല്ല കളിക്കാരാണ്. ആ കളികൾ ഈ NCPക്കാരുടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അതിലിതൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന, തമാശ തോന്നുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ശ്രീ ജോർജ് പുഴിവാറ, ഇപ്പോൾ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ, മുന്നണിക്കകത്ത് ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിവുള്ള പാർട്ടികളില്ലല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്ന CPI ആയാലും പല കാര്യങ്ങളും പറഞ്ഞാൽ തന്നെ നടക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ വളച്ചു കെട്ടിയാണ് ചില കാര്യങ്ങളിലൊരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറ്. പിന്നെയുള്ളത് കേരള കോൺഗ്രസ് M ആണ്. അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അങ്ങനെ സഭയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു ശക്തമായ പ്രതികരണം കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാറില്ല.
അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും തന്നെ വളരെ ദുർബലമായ പാർട്ടികളാണ്. അവരെ വേണ്ട രൂപത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് CPM എടുക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ എന്താണോ CPM-ന്റെ താല്പര്യം അതിനനുസരിച്ച് ഈ പാർട്ടികൾ നിൽക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും നിർവാഹമുണ്ട്? CPM എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് അതൊരു എന്താ പറയാ, നമ്മളിപ്പോ എടുത്തു പറയേണ്ട കാര്യമൊന്നും അല്ല. ഇത് എത്രയോ കാലമായിട്ട് അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ പരിധിവരെ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മർദ്ദ ശക്തിയാകാൻ, അതായത് തിരുവായ്ക്ക് എതിർവായാകാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ CPM-ന്റെ തീരുമാനത്തെ എതിർക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി എന്ന് പറയാൻ അതിനകത്ത് CPI ഉള്ളൂ. കാനം രാജേന്ദ്രൻ നിന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ആത്മവിശ്വാസം പോലും ഇല്ലല്ലോ. അതില്ല എങ്കിൽ പോലും രണ്ടാമത്തെ കക്ഷിയാണ്. കുറച്ചധികം CPI-യുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ബാക്കി പാർട്ടികളുടെ കാര്യം. അല്ല, ബാക്കി പാർട്ടികൾ ഇപ്പൊ CPIക്ക് പോലും തനിച്ച് നിന്ന് ജയിക്കാവുന്ന സീറ്റ് ഒന്നും കേരളത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും പല സീറ്റുകളിലും അവർക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതെങ്കിലും അത്രയെങ്കിലും നമുക്ക് അംഗീകരിക്കാം. അല്ലാതെ ഇപ്പൊ CPI തനിച്ച് നിന്ന് മത്സരിക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും CPM + CPI ചേർന്നാൽ മാത്രമേ ഇടതു മുന്നണിക്ക് പല സീറ്റുകളിലും വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് CPIയെ കുറെയൊക്കെ ഗമനിച്ചേ പറ്റൂ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ തുടക്കകാലത്ത്, അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിലായാലും ഒരു ഘട്ടം വരെ പ്രതിപക്ഷത്തിന്റെ റോള് പോലും ഒരു പരിധിവരെ കാനം നിർവഹിച്ചിരുന്നു. വളരെ ശക്തമായിട്ട് പല തീരുമാനങ്ങളെ എതിർക്കുന്നു. ഈവൻ അതായത് നക്സലൈറ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന, മാവോവാദികളെ നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന ആ ഘട്ടത്തിലൊക്കെ CPI എടുത്തൊരു നിലപാട് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു പരിധിവരെ വലിയ ധാർമ്മികതയുള്ളൊരു നിലപാടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുകയും ആ കമ്മ്യൂണിസ്റ്റുകാരൻ, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന അവരെ പോലീസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ് നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന ആ രീതിയെ വളരെ ശക്തമായിട്ട് ചോദ്യം ചെയ്തൊരു കാനം രാജേന്ദ്രൻ നമുക്കറിയാം. അതുപോലെ പല വിഷയങ്ങളിലും. പക്ഷെ പിന്നീട് അതേ കാനം രാജേന്ദ്രൻ തന്നെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യൂട്ടേൺ ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് എന്നെക്കാളും നന്നായിട്ട് സണ്ണിച്ചായനൊക്കെ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഏതായാലും കാഴ്ച നമ്മൾ കണ്ടതാണ്. കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ശക്തനായ പ്രതിപക്ഷത്തിന്റെ റോള് പോലും അഭിനയിച്ച കരുത്തനായ നേതാവ് പിൽക്കാലത്ത് വളരെ അനുസരണ ഉള്ള, വളരെ ക്ഷമാശീലമുള്ള, വിധേയനായ ഒരാളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. CPIക്കാർ ദയവായി ക്ഷമിക്കണം, അതൊരു സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പിന്നെ CPI പോലും അങ്ങനെയായി. ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ, മധ്യ തിരുവിതാംകൂറിൽ ഇടതുമുന്നണിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, കത്തോലിക്ക സഭ അടക്കമുള്ള കേരളത്തിലെ ഒരു നിർണായക സമുദായത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ അന്ന് ജോസ് കെ മാണി വെച്ച ഉപാധികളൊക്കെ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM അംഗീകരിച്ചു. ഈവൺ അവർക്ക് സാധ്യതയൊന്നുമില്ലാത്ത, പത്താളെ തികച്ചെടുക്കാനില്ലാത്ത ചാലക്കുടി സീറ്റ് പോലും വിട്ടുകൊടുക്കുന്ന കാഴ്ച കണ്ടു. അതുപോലെ തന്നെ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടി അർഹിക്കുന്നതിലധികം വാരിക്കോരി കൊടുക്കുന്ന കാഴ്ച കണ്ടു. CPI എതിർത്തിട്ട് പോലും അതൊന്നും ഉണ്ടെന്നും ഫലം ഉണ്ടായില്ല. പക്ഷെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ജോസ് കെ മാണിക്ക് ഈ രീതിയിൽ വാരിക്കോരി കൊടുക്കൂ? ജോസ് കെ മാണി എന്ന പാർട്ടിയുടെ ഇപ്പൊ ഇടതുമുന്നണിയുടെ കൂടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് കിട്ടിയ അതേ പരിഗണന കിട്ടുമോ എന്നെനിക്കറിയില്ല. ഏതായാലും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നിൽക്കാൻ അറിയാം. അവർ അനാവശ്യമായ തലവേദനയൊന്നും ഈ പാർട്ടിക്ക് കൊടുക്കുന്നില്ല. ഒരുപാട് സമ്മർദ്ദ ശക്തികളോ വലിയ വിമർശനങ്ങളുമായിട്ട് ഒന്നും പോകുന്നില്ല. അവർ വളരെ നിൽക്കേണ്ടടുത്ത് നിന്ന് അവർക്ക് നേടേണ്ടത് നേടിയെടുക്കുന്ന വളരെ പ്രായോഗികമായ ഒരു സമീപനമാണ് ജോസ് കെ മാണിയും ആ പാർട്ടിയും ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് അവർ ശക്തമായിട്ട് എതിർത്തത് അവരുടെ കാലിനടിയിലെ മണ്ണ് ഊർന്നു പോകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഈ പറഞ്ഞ ഈ വന നിയമ ഭേദഗതി സംബന്ധിച്ചാണ്. അവിടെ കത്തോലിക്ക സഭ അതിശക്തമായിട്ട് അതിനെതിരെ നിലപാട് അറിയിച്ചപ്പോൾ, പല രൂപതകളും ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ തീവ്ര നിലപാടെടുത്തപ്പോൾ, അതിനൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ പാർട്ടി തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സംശയം തോന്നിയ ഘട്ടത്തിൽ പാർട്ടിക്ക് അത് വലിയ പ്രശ്നമായി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ജോസ് കെ മാണിയുടെ പാർട്ടി, കേരള കോൺഗ്രസ് ശക്തമായൊരു നിലപാടെടുത്തു. അത് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് മാത്രമല്ല, ഇടതുമുന്നണിക്ക് CPM-നും മനസ്സിലായി ഇത് കൈവിട്ടൊരു കളിയാണ്. ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ അപകടമാണ്, മലയോര മേഖലയിൽ ചിലപ്പോൾ കച്ചി തൊടില്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് അത് അന്ന് പിൻവലിക്കാൻ അവർ തയ്യാറായി. ജോസ് കെ മാണിയുടെ എതിർപ്പ് ഒരു കാരണമായി, കത്തോലിക്ക സഭയുടെ എതിർപ്പും പ്രധാന കാരണമായിരുന്നേ ഉള്ളൂ. മറിച്ച് ഇപ്പൊ ഈ NCP ഒക്കെ അവർ മൈൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ധാർമ്മികതയുണ്ടോ ഇതിനകത്ത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ സണ്ണിക്കുട്ടി എബ്രഹാമും അതുപോലെ സജീവനും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോ NCP എന്ന് പറയുന്നത് ചുരുങ്ങിയ പക്ഷെ ഒരു പാർട്ടിയാണല്ലോ, ഒരു ദേശീയ പാർട്ടിയാണല്ലോ. ഒരു ദേശീയ പാർട്ടിയാകാൻ CPM ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണെന്ന് കൂടെ ആലോചിക്കണം കേട്ടോ. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ആ ഒരു
ആ ഒരു സഹജാവ ബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു ആനുകൂല്യമില്ലായിരുന്നു ഇപ്പൊ ഈ ദേശീയ പാർട്ടി എന്നുള്ള ഇത് CPM പോയേനെ. അപ്പോഴും NCP ദേശീയ പാർട്ടിയായിട്ട് നിൽക്കും. ആ NCP എന്ന് പറയുന്ന ദേശീയ പാർട്ടി കേരളത്തിൽ ഇത്തിരി ദുർബലമാണെങ്കിലും അവർ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അതിന്റെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും ആവശ്യപ്പെടുകയാണ് ഈ മന്ത്രി എന്ന് മാറ്റിയിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെ ഒന്ന് മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കാൻ ഈ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം? എന്റെ പാർട്ടിയുടെ മന്ത്രി ആരാകണം, ആ പാർട്ടിയുടെ മന്ത്രി ആരാകണം, സംസ്ഥാന അധ്യക്ഷൻ ആരാകണം, ഈ തീരുമാനം എടുക്കാനെങ്കിലും അവർക്ക് അവകാശമില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എന്താ പാർട്ടിയുടെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് അതിനകത്ത്? ഞാൻ പറയുന്ന ആള് മന്ത്രി ആയിട്ട് നിൽക്കും. ആ മന്ത്രി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് നോക്കുക, അയാളെ രാജിവെപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനമില്ല. മാത്രമല്ല, നിങ്ങൾ മന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അടുത്ത തവണ സീറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് പോലും നിങ്ങൾ ആലോചിച്ചോ എന്ന രീതിയിൽ പരോക്ഷമായിട്ട് മുന്നറിയിപ്പും കൊടുക്കുന്നു. CPM ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പകരം കുന്നമംഗലം വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴും ശശീന്ദ്രൻ തന്നെ ഇനി മത്സരിക്കാൻ നിൽക്കുമോ? അതൊന്നും അറിയില്ല. കുട്ടനാട് സീറ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. അനുസരിക്കാതെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ PC ചാക്കോ എന്ന് പറയുന്ന മനുഷ്യന് അങ്ങനെ അനുസരിച്ച് ശീലമില്ല. കാരണം ഒരുപാട് വലിയ പദവികൾ വഹിച്ച ഒരാളാണ്. ഡൽഹിയുടെ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെയൊക്കെ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പദവികൾ കിട്ടി. എന്നിട്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് രാജ്യം അങ്ങനെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത്രയും അവഗണന താങ്ങാൻ പറ്റുമോ? മാത്രമല്ല, പറയാൻ നെഞ്ചത്ത് നോക്കി പറയാൻ എനിക്ക് അറിയാമെന്ന് പറയുന്നതൊക്കെ സത്യമാണ്. കാരണം ഇതിലും വലിയ വേദികളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് പക്ഷേ ഇവിടെ അത് പറയാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ല. കാരണം ഇത് CPM ആണ്, കോൺഗ്രസ് അല്ല. അതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. കോൺഗ്രസിനകത്ത് കളിക്കുന്ന കളി CPM-നോട് കളിച്ചാൽ ആ കളി നടക്കില്ല. കാരണം ആ രീതിയിലുള്ള ഒരു ജനാധിപത്യ ബോധമോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും ഉള്ള പാർട്ടിയല്ല CPM. അവിടെ ഡിക്റ്റേഷനാണ്, ഡിക്റ്റേറ്റർഷിപ്പാണ് അവർ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ച പോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ ഒറ്റയാൾ പറഞ്ഞു കോവൂർ കുഞ്ഞുമോന് മന്ത്രിയാവാൻ അവകാശമില്ല, പക്ഷെ ആന്റണി രാജുവിന് മന്ത്രിയാകാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ RJDക്ക് മന്ത്രിസ്ഥാനമില്ല. അല്ല, അവർക്കെന്താ കുഴപ്പം? ഈ പറയുന്ന പല പാർട്ടികളെക്കാൾ രാഷ്ട്രീയ അടിത്തറയുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള പല സ്ഥലത്തും കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും, കണ്ണൂരും കോഴിക്കോടും വയനാടും ആലപ്പുഴയും ഒക്കെ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. ആ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല. എന്താണ് ഇതിന്റെയൊക്കെ ഒരു മാനദണ്ഡം? എന്താണ് ഇതിന്റെയൊക്കെ ഒരു ഏത് മാപിനി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? എനിക്കറിയില്ല. ചിലർക്ക് കൊടുക്കില്ല. കാരണം നേരത്തെ സജീവൻ അത് പറഞ്ഞു. കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുക്കാം. കാരണം അദ്ദേഹം നിഷ്കളങ്കനായ, നിരുപദ്രവിയായ, എന്താ പറയാ, ഒരഭിപ്രായം അദ്ദേഹം പറയില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അദ്ദേഹം ഒരു എന്താ പറയാ ഒരു സാന്നിധ്യമായിട്ട് അവിടെ ഉണ്ടാവും. അദ്ദേഹം വിളിക്കുന്നിടത്തെല്ലാം പോകും. മന്ത്രി സാന്നിധ്യമാണ് അല്ലെന്നൊക്കെ ഞാൻ പറയുന്നത്. പക്ഷെ മന്ത്രിസഭയിൽ സാന്നിധ്യമായിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് ഇടതുമുന്നണിക്കോ ഇടതുമുന്നണിയിൽ ആർക്കെങ്കിലുമോ അദ്ദേഹത്തെ കുറിച്ച്, ഞാൻ അദ്ദേഹം കുറച്ച് കാണാനല്ല, ഒരു ശുദ്ധനായ മനുഷ്യനാണ്, നന്മ പറഞ്ഞൊരു മനുഷ്യൻ കൂടെയാണ്. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ലല്ലോ. എങ്കിൽ ആ നന്മ നിറഞ്ഞ മനസ്സുകളെ മാത്രമാണോ ഒരു മുന്നണിയുടെ ഭാഗം? മുന്നണിയിലെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുന്നണിയിലെ ഘടകകക്ഷികളെയെല്ലാം ഒരുപോലെ കാണണം എന്നുള്ളതാണ് അതിന്റെ. കോൺഗ്രസ് അത് ചെയ്യുന്നെങ്കിൽ എന്തെല്ലാം ബഹളം ഉണ്ടാവും. ശരി, മൂന്നാം ഊഴത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാവുമെന്നും കൂടി അറിയേണ്ടതുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ PC ചാക്കോയ്ക്ക് ഇനി കേരളത്തിൽ റോൾ ഉണ്ടോ എന്നൊരു വിഷയമുണ്ടല്ലോ. അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. അതായത് സുപ്രിയ സുലെക്ക് ശേഷം സുപ്രിയ സുലെ പവാറിന്റെ മകൾ, അതോടൊപ്പം തന്നെ ആ സ്ഥാനം ഇപ്പോൾ തന്നിരിക്കുന്നത്, നേരത്തെ പ്രഫുൽ പട്ടേൽ ഉണ്ടായിരുന്ന ആ സ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ PC ചാക്കോയ്ക്ക് കിട്ടുന്നുണ്ട്. അത് വർഷങ്ങളായി അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ ഒരു തുടർച്ചയായിട്ട് കൂടി അതിനെ കാണാം. അങ്ങനെയെങ്കിൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണോ അദ്ദേഹത്തിന് മുന്നിലെ പോംവഴി? സ്മൃതി, അതിനു മുമ്പായിട്ട് ചില കൊച്ചു കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ അങ്ങ് ചിരിപ്പിച്ചു. അദ്ദേഹം വളരെ ഗൗരവത്തോടെ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തോമസ് കെ തോമസ് ഇതുവരെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ചർച്ച നടക്കില്ലല്ലോ സ്മൃതി. PC ചാക്കോ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് അതിനുശേഷം പറയുന്നു അദ്ദേഹം ഈ പാർട്ടിയെ കട്ടുമുടിച്ചു, പണമൊക്കെ കൊണ്ടുപോയി, എന്തൊക്കെയോ പാർട്ടിയെ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഒരു മന്ത്രിസ്ഥാനം ഉള്ളതുകൊണ്ട്, ഒരു വകുപ്പിൻ്റെ ചുമതല ഉള്ളതുകൊണ്ടാണല്ലോ ഈ വിൽപ്പനയും അഴിമതിയൊക്കെ നടക്കുന്നത്. വാസ്തവത്തിൽ വനം വകുപ്പ് ആരാ ഭരിക്കുന്നത്? കേരളത്തിലെ വനം വകുപ്പ് ആരാ ഭരിക്കുന്നത്? CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റിപ്പോർട്ടറെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ചോളൂ. അവിടെ ഒരു ഗാർഡിൻ്റെ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനുള്ളൊരു പെർമിഷൻ വരണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ആദ്യം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ചാക്കോ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് ഈ രീതിയിൽ ഒരു പാർട്ടിയുടെ മന്ത്രി ഈ വലിയേട്ടൻ എന്ന് പറയുന്ന പാർട്ടിക്ക് സബ്മിസീവ് ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഒരു മന്ത്രിയായിട്ട് നടക്കുന്നു. സ്മൃതി നേരത്തെ പറഞ്ഞ പോലെ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പുഷ്കലകാലത്ത് തീപ്പൊരിയായിരുന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ശശീന്ദ്രൻ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് മാറിയതാണ് NCPയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. അവിടെ അല്ലാതെ അവിടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തൊക്കെയോ വരുന്നുണ്ടാവും, അവിടെ പലതും നടക്കുന്നുണ്ടാവും, ചീഞ്ഞ കഥകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. സ്മൃതി നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അതായത് ഈ ഘടകകക്ഷികൾക്ക് സമ്മർദ്ദ ശക്തിയാവാൻ കഴിയുന്നുണ്ടോ എന്ന്. ഇപ്പോൾ അവിടെ CPIയെ കുറിച്ച് പറഞ്ഞു. കേരള കോൺഗ്രസ് ഇവിടെ സമർത്ഥമായിട്ട് അവിടെ നിൽക്കുന്നു എന്നാണ് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമർത്ഥമായിട്ട് നിൽക്കുന്ന അവിടെ ആ സാമർഥ്യം നമുക്കറിയാം. സ്വന്തം പിതാവിനെ ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അപമാനിച്ച ഒരു പാർട്ടിയുടെ കൂടെ ചേർന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ നേടി ആ മുന്നണിയിൽ നിൽക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മറ്റ് ചെറിയ ഘടകകക്ഷികൾക്ക്, നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ കെ കരുണാകരനെ LDF യോഗത്തിലേക്ക് വിളിച്ചില്ല, പങ്കെടുപ്പിച്ചില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ആ മുന്നണിയിലെന്ന അവസാന വാക്കും ആദ്യ വാക്കും പിണറായി വിജയൻ്റേതാ. ഘടകകക്ഷികളുടെ വാക്കുകൾ മാത്രമല്ല. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ എന്താ വന്നിരിക്കുന്നത്? ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ പൊതു സർവകലാശാലകളിൽ ഒരു ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ ആരംഭിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള, അതായത് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ സർവകലാശാല നിയമത്തിൻ്റെ ഒരു ഭേദഗതി ബില്ലായിട്ട് മന്ത്രിസഭയുടെ മുമ്പിൽ വരുമ്പോൾ അത് പാർട്ടി CPM അംഗീകരിച്ചയക്കുമ്പോൾ, CPM അതിനോട് എതിർപ്പില്ല. CPM അങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്. പാർട്ടി പറഞ്ഞിട്ട് പോലും അത് വെട്ടിയ മുഖ്യമന്ത്രി, ഞാൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല, അത് വെട്ടിയ മുഖ്യമന്ത്രി പിന്നെ ഇവരെ സഹിക്കുമോ? എന്തുകൊണ്ടാണ് കരുണാകരൻ ചെന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് LDFയിൽ ചേർക്കാതിരുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ കരുണാകരനാണ്. കൂടെ മുരളിയുണ്ട്. കോൺഗ്രസ്സിലെ ഒരു ഭേദപ്പെട്ട ശതമാനം പ്രവർത്തകരെയും കൊണ്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. അദ്ദേഹം അവിടെ LDFയിൽ ചേരുകയും അല്ലെങ്കിൽ ചേരാൻ അനുവദിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്താൽ CPIയുടെ സ്ഥാനത്തേക്ക് കരുണാകരൻ വരും. കരുണാകരനെ സമ്മതിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് RJDക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് കടന്നപ്പള്ളിക്കോ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അദ്ദേഹം മാതൃഭൂമി പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറൂടാ. അല്പം ഒരു സ്വാധീനമുള്ള മനുഷ്യനാണ് ഈ ശ്രേയാംസ് കുമാർ എന്ന് പറയുന്നത്, പാർട്ടിയുടെ പ്രസിഡൻ്റേ. അപ്പോൾ അദ്ദേഹം വേണ്ട, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ വേണ്ട. ഇപ്പം നമ്മൾ കടന്നപ്പള്ളിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതിനെ പറ്റി പറഞ്ഞു, വലിയ കാര്യമായി പോയി. അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭ അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്തായിരുന്നു? തുറമുഖ വകുപ്പ്. ഇപ്പോൾ തുറമുഖ വകുപ്പ് ആരാ? ഇപ്പോൾ തുറമുഖ വകുപ്പിന് പ്രാധാന്യം കൂടി. അതായത് വിഴിഞ്ഞം സീപോർട്ട് വരിക. അപ്പോൾ പ്രാധാന്യം കൂടിയപ്പോൾ അതങ്ങ് CPM അങ്ങ് എടുത്തു. ഈ ചേട്ടനെ അവിടെ ഒരു ഇരുന്നു. പിന്നെ സ്മൃതി ചോദിച്ചൊരു കാര്യം, ഇനി ദേശീയ രാഷ്ട്രീയമാണോ കേരള രാഷ്ട്രീയമാണോ? 77-78 വയസ്സായി ചാക്കോയ്ക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കേരളത്തിൽ അദ്ദേഹം എന്ത് രാഷ്ട്രീയം കളിക്കാനാണ്? ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രഫുൽ പട്ടേലൊക്കെ അപ്പുറത്തായതുകൊണ്ട് ഇപ്പം പവാറും സുപ്രിയ സുളയും കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പദവി ആ പാർട്ടിക്ക് ദേശീയ തലത്തിൽ അത്യാവശ്യം സ്വാധീനവും ശക്തിയൊക്കെ ഉള്ളൊരു പാർട്ടിയാണെന്ന് വിചാരിക്കണം. ഡൽഹിയിലൊരു ഓഫീസുണ്ട്, അവിടെയാണ് ചാക്കോ സാധാരണഗതിയിൽ ഇരിക്കുന്നത്. അവിടെ അദ്ദേഹം ഇരിക്കും, ഒരുപക്ഷേ ഈ വർക്കിംഗ് പ്രസിഡൻ്റായി തുടരും. പക്ഷേ അത് രസകരമായൊരു കാര്യമുണ്ട്. എന്താണ് NCPയുടെ ഭാവി ദേശീയ തലത്തിൽ നിന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുന്നതിന് വലിയ തോതിൽ അതിശക്തമായ ചർച്ചകൾ നടന്നതാണ്. അതിൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ അതിൽ PC ചാക്കോയുടെ ഒരു എതിർപ്പായിരുന്നു ഒരു പ്രധാന കാരണം. രമേശ് ചെന്നിത്തലയുടെ പവാർ പറഞ്ഞു, നിങ്ങൾ ചാക്കോ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന്. കാരണം പക്ഷെ ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ അല്ല
ഇല്ല, ഇപ്പം ചാക്കോ ഒരിക്കലും യു ഡി എഫിലേക്ക് പോകാൻ പറ്റും. എന്താ അറിയോ, ചാക്കോ പണ്ട് മുതലേ യൂത്ത് കോൺഗ്രസ് കാലം മുതലേ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു നേതൃവിഭാഗമുണ്ട്, ഒരു ഔദ്യോഗിക വിഭാഗം. അവരോട് എന്നും റിബൽ ചെയ്ത് നിന്ന ഒരാളാണ് പി സി ചാക്കോ. അതൊരിക്കലും അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നപ്പോൾ ശ്വാസം മുട്ടലുണ്ടായിട്ട് NCPയിലേക്ക് പോയത്. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതല്ല. ഇപ്പം അജിത് പവാറും ശരത് പവാറും തമ്മിൽ യോജിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നടക്കുമോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വളരെ വിശ്വാസയോഗ്യമായിട്ട് ഡൽഹിയിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അവർ നാളെ NCP ഒന്നാവുന്നു, അജിത് പവാറിൻ്റെ കൂടെ ശരത് പവാർ ചെയ്യുന്നു. ഇതൊരു ഫാമിലി ബിസിനസ്സാണ് സ്മൃതി. ഈ NCP എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമാണ് ആ പാർട്ടി ഉള്ളത്. പിന്നെ നോർത്ത് ഈസ്റ്റിൽ എവിടെയോ ചില സംസ്ഥാനങ്ങളിൽ ഇതൊരു ഫാമിലി എൻ്റർപ്രൈസാ. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താ? അവരുടെ ധാരാളം സാമ്പത്തിക താല്പര്യങ്ങൾ പവാർ ഫാമിലിയുടെ, ഒരു പവാറിൻ്റെ അല്ല, പവാർ ഫാമിലിയുടെ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് അവരാരും ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ ഇങ്ങനെ BJP തന്നെ തുടരുകയാണെങ്കിൽ വൈ നോട്ട്? നമ്മൾ എന്തുകൊണ്ട് NDAയുമായിട്ട് സഹകരിച്ചുകൂടാ, BJPയായിട്ട് സഹകരിച്ചുകൂടാ? ഈ സ്ഥിതിയിലേക്കും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം PC ചാക്കോ ഇവിടെ നിൽക്കും, ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിൽക്കുമോ, NCPയിൽ തുടരുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറഞ്ഞുകൂടാ. അപ്പോൾ അവിടെ ഒരു ചോദ്യം. അപ്പോൾ ശശീന്ദ്രൻ എന്ത് ചെയ്യും? അങ്ങനെ ഈ ഗവൺമെൻറ് തീരുന്നതിന് മുമ്പ്, പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് NCP ഫാക്ഷൻസ് തമ്മിൽ ഉണ്ടായാൽ ഇവിടുത്തെ NCP എന്ത് ചെയ്യും? എന്തായിരിക്കും ചെയ്യാൻ പോവുക? നമ്മളിപ്പോൾ നേരത്തെ തോമസ് കെ തോമസിന് സീറ്റുണ്ടോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എഴുതി തരാം. എന്ത് പാർട്ടി? ഈ NCP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണോ സ്മൃതി? എവിടെയെങ്കിലും ജില്ലാ കമ്മിറ്റി ഉണ്ടോ? എത്ര ജില്ലാ കമ്മിറ്റി ഉണ്ട്? ഈ സംസ്ഥാന കമ്മിറ്റി 420 പേരൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ 5-10 പേര്. അതാണ് ഈ പാർട്ടി പിളരുമോ? പിളർന്നിട്ട് എന്താവാനാ? ഇനി നമ്മുടെ കോൺഗ്രസ് പിളർന്നിട്ട് എന്താവാനാ? നമ്മുടെ ബോൾഷെവിക്ക് RSP ബോൾഷെവിക്ക് പിളർന്നിട്ട് എന്താവാനാ? ഇത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഇത്രയൊക്കെ ബലമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ തോമസ് കെ തോമസ് ചാടിയിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനം മാത്രം നോക്കിയിട്ടാണ്. അദ്ദേഹത്തിന് കൃത്യമായ മെസ്സേജ് കിട്ടി. മന്ത്രിസ്ഥാനവുമില്ല, അടുത്ത തവണ കുട്ടനാട്ടിൽ സീറ്റുമില്ല. അത് ശശീന്ദ്രനൊന്നുമല്ല പറയുന്നത്. ആ മെസ്സേജ് വരുന്നത് ഉയരങ്ങളിൽ നിന്നാണ്, ഉന്നതങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിന് അടുത്ത തവണ സീറ്റ് ഉണ്ടാവാനും സാധ്യതയില്ല. അത് CPM ആ സീറ്റ് ഏറ്റെടുക്കും. PM ജയേന്ദ്രൻ, ശ്രീ സണ്ണിക്കുട്ടിക്ക് മറുപടി നൽകാം. ഈ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ പല ദിവസങ്ങളിലും വാർത്ത തന്നെയായത് ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിലുള്ള തർക്കവും അവരുടെ പരസ്യ പ്രതികരണങ്ങളും തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ആ തർക്കമില്ല എങ്കിൽ ഈ പ്രതിസന്ധി ഇല്ലല്ലോ. ആ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പ്രതിസന്ധി ഇല്ലല്ലോ. അതെ, ആ പ്രതിസന്ധി ഇപ്പം ഇത് ചർച്ച ചെയ്യുന്ന എല്ലാവരും ബോധപൂർവം വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെയായിരുന്നു PC ചാക്കോ ഇത്രയും കാലം ആരുടെ ഒപ്പമാണ് നിന്നിരുന്നത്? ഏറിയ സമയവും ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറിയ കൂടുതൽ നിന്നിരുന്നത് ശശീന്ദ്രനൊപ്പമല്ലേ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടല്ലേ അദ്ദേഹം തോമസ് കെ തോമസിന് വേണ്ടി വാദിക്കുന്നത്? എന്തുകൊണ്ടാണ് തോമസ് കെ തോമസിന് വേണ്ടി വാദിക്കാനായിട്ട് തയ്യാറാവുന്നത്? അപ്പോൾ പിന്നെ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, ശരത് പവാർ, സുപ്രിയ സുലെ, PC ചാക്കോ, ഇത്രയും പേരുള്ള മീറ്റിങ്ങിൽ PC ചാക്കോ തുറന്ന് സമ്മതിക്കുകയാണ്, എന്റെ പിടിവാശി കൊണ്ടാണ് തോമസ് കെ തോമസിനെ ആ 2.5 വർഷം എന്നുള്ള അംഗീകരിക്കാതിരുന്നത്. ഇന്ന് കഴിഞ്ഞ മാസം ആദ്യം സമ്മതിക്കുകയാണ് PC ചാക്കോ തന്നെ തന്റെ പിടിവാശിയാണെന്ന് തന്നെ പറഞ്ഞിരുന്നു. പിന്നെ സണ്ണിക്കുട്ടി അബ്രഹാം ഇപ്പോൾ ഒരു ഷുവർ ബെറ്റ് പറഞ്ഞല്ലോ, തോമസ് കെ തോമസിന് കുട്ടനാട്ടിൽ സീറ്റ് ഉണ്ടാവില്ല, CPM അത് ഏറ്റെടുക്കും. ഞാനൊരു ഷുവർ ബെറ്റ് അങ്ങോട്ട് പറയുകയാണ്, ഒരിക്കലും അത് സംഭവിക്കില്ല. തോമസ് കെ തോമസിന് സീറ്റ് ഉണ്ടാവും, കുട്ടനാട് തന്നെയാവും, CPM ആ സീറ്റ് ഏറ്റെടുക്കില്ല. ഉന്നതങ്ങളിൽ നിന്ന് തോമസ് കെ തോമസിന് ലഭിച്ച ഉറപ്പ് തന്നെയാണത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുകയാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, ഉന്നതങ്ങളിൽ ലഭിച്ച ഉറപ്പ് തന്നെയാണത്. ആ സീറ്റ് CPM ഏറ്റെടുക്കാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്ത എല്ലാവരുടെയും പൊതുവായൊരു വികാരം, RSP ബിക്ക് ബോൾഷെവിക്കിന് കോവൂർ കുഞ്ഞുമോൻ എന്തുകൊണ്ട് മന്ത്രിസ്ഥാനമില്ല, പിന്നെ എന്തുകൊണ്ട് RJDക്കില്ല? ഇതാണല്ലോ ചോദ്യം. ഇതിപ്പോഴല്ല, ഈ ചോദ്യം നേരത്തെ സെറ്റിൽ ചെയ്തതാണ്. എന്നാണ് 2021 രണ്ടാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ആ തുടക്കത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ 2.5 വർഷം വീതം എന്ന് തീരുമാനിച്ചത് അഹമ്മദ് ദേവർ കോവിലിനും ആന്റണി രാജുവിനുമാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് കടന്നപ്പള്ളിയും ഗണേഷ് കുമാറുമാണ്. ഇതാദ്യമേ തീരുമാനിച്ചതാ. അപ്പോൾ RJD ഒന്നും പറഞ്ഞില്ല ആ സമയത്ത്. അതേസമയം കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു, ഞാൻ എത്ര കാലമായി തിണ്ണനിരങ്ങുന്നു, എന്നെ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള പുറത്ത് പറഞ്ഞു. LDFിനകത്ത് അദ്ദേഹം പറഞ്ഞില്ല. അത് ആ തർക്കം അന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ തന്നെ ആ തീരുമാനം എടുക്കുകയും ചെയ്തതാണ്.
ആ തീരുമാനത്തിനെതിരെ ആരും ഒന്നും പറഞ്ഞില്ല. എന്താണെന്നറിയാമോ, അന്ന് RJD പ്രസിഡന്റ് MP ആയിരുന്നു, രാജ്യസഭാംഗമായിരുന്നു. അതിനുശേഷമാണ് ആ പോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് പറയാൻ തുടങ്ങുന്നത്. അത് മറ്റൊരു കാര്യം, ഞാനത് അതിന് സമയമില്ലാത്തതുകൊണ്ട് അതിന് ദീർഘമായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും പിന്നിപ്പോൾ ഇടയ്ക്ക് വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. NCPയിലെ പ്രശ്നം വരുന്നത് NCPയിൽ 2.5 വർഷം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പ്രഫുൽ പട്ടേൽ വന്നിട്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഈ തീരുമാനം അറിയിക്കുന്നത്. പവാർജിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ്, പവാർജി എന്ന് പറഞ്ഞാണ് പറയുന്നത്. ആ തീരുമാനമാണ് അവതരിപ്പിച്ചത്. അതാണ് പിന്നീട് നടക്കാതെ പോയത്. പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഈ പാർട്ടി എന്നുള്ള പിന്നെ സജീവൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്തരം ചെറുകിട പാർട്ടികളെ ഒന്നും അങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ സമീപനം CPM-ന് ദീർഘകാലമായിട്ടില്ല, പിണറായി വിജയന്റെ കീഴിലൊട്ടുമില്ല. പക്ഷേ അക്കോമഡേറ്റ് ചെയ്യും. അത്തരം അക്കോമഡേഷൻ ഇവർക്കുണ്ട്. ആ അക്കോമഡേഷൻ ഇടയ്ക്കെന്തെങ്കിലും മാറ്റം വേണമോ എന്നാണ് നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ NCP നേതാക്കളോട്, പ്രത്യേകിച്ച് PC ചാക്കോയോട് ചോദിക്കുന്നത്. മാറ്റമുണ്ടോ? ഇല്ല, മാറ്റമില്ല. ശശീന്ദ്രൻ തന്നെ മന്ത്രിയായിട്ട് തുടരും, അതാണ് തീരുമാനം എന്ന് അദ്ദേഹം പറയുന്നു. ആ ചർച്ച, ആ ടോപ്പിക് അവിടെ തീരുന്നു. പിന്നെ വാർത്ത വന്ന കാര്യം 50 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ പിന്നിൽ വേറെ വലിയ നാടകങ്ങൾ ആ സമയത്ത് തന്നെ കേട്ടിരുന്നു. ഞാനത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ വാർത്ത വന്നതെന്നൊക്കെയുള്ള സംബന്ധിച്ച് ചില വിവരങ്ങൾ ഒരുപക്ഷെ സണ്ണിക്കുട്ടിക്ക് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് കൂടുതൽ അറിയുമായിരിക്കും. ഞാനും ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. അത് അത്തരം ചർച്ചകളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് അത് പറയുന്നുമില്ല. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ NCPയുടെ ഇദ്ദേഹം പ്രസിഡന്റായ ശേഷം 21 മെയ്യിലാണല്ലോ ആവുന്നത്. അതിനുശേഷം ഈ 25 ഫെബ്രുവരി വരുമ്പോഴേക്ക് കീഴ്ഘടകങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതായി എന്ന് മാത്രമല്ല പലതും നിഷ്ക്രിയമായി പോയിട്ടുണ്ട്. സംസ്ഥാന ഘടകം തന്നെ ചില ഏരിയ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് ഒന്ന് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് കേരളത്തിൽ NCPക്ക് പറ്റില്ല. പിന്നെ മറ്റൊന്ന്, അവര് NDAയിലേക്ക് പോയാൽ എന്താവും സ്ഥിതി എന്നുള്ളൊരു ചോദ്യം വന്നല്ലോ. ഇവിടെ ജനതാദൾ NDAയിലാണല്ലോ ഇപ്പോൾ ഒരു ഭാഗം. എന്നിട്ട് എന്താ, ഇവിടുത്തെ 2 പേരും ഉണ്ടല്ലോ, ഒരു മന്ത്രിയും ഉണ്ടല്ലോ. അതങ്ങനെ തന്നെ തീരുമാനിക്കുകയും ചെയ്തല്ലോ. അതേ അവസ്ഥയാവും നാളെ ഇവിടെ ഉണ്ടാവുന്ന. ശരി, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ ജോർജ് പുടിപ്പാറ, A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.